ചെന്നൈയുടെ എല്ലാ കളികളിലും നിങ്ങൾ മൈതാനത്തുണ്ടാകണം സാർ. നിങ്ങളാണ് എൻ്റെ ലക്കി പേഴ്സൺ എന്നെനിക്ക് തോന്നുന്നു. നന്ദി. ചെപ്പോക്കിലെ ആ ഇന്നിങ്സിന് ശേഷം രവിശാസ്ത്രിയോട് ഒരൽപ്പം തമാശ കലർത്തി സഞ്ജു ഇങ്ങനെ പറഞ്ഞു വെച്ചു. കമൻട്രി ബോക്സിൽ മാത്രമല്ല സാധാരണ രവിശാസ്ത്രിയെ നമ്മൾ കാണാറ്. മൈതാനങ്ങളിൽ ഇതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ അവർക്കൊപ്പം നിറഞ്ഞ ചിരികളുമായി അയാളെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം RCB IPLന്റെ കനകസിംഹാസനം വെറുമ്പോൾ അന്നൊരു കൊച്ചു കുഞ്ഞിനെ പോലെ ശാസ്ത്രിയുടെ ദേഹത്തേക്ക് ചാടിക്കയറിയ കോഹ്ലി ഓർമ്മയില്ലേ? ആ ഓർമ്മയാണ് സഞ്ജുവിൻ്റെ പ്രതികരണം കേട്ടപ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയത്. സെഞ്ചുറിക്ക് ശേഷം ഡഗൌട്ടിലേക്ക് ചൂണ്ടി രജനീകാന്ത് സ്റ്റൈലിൽ സഞ്ജു അത് ആഘോഷിച്ചു. ചെപ്പോക്കിൽ ഒരു പെരുമഴ പെയ്തു തോർന്നു. ആണ്ടവൻ സൊൾറ അരുണാചലം മുടിക്കറ. ചെന്നൈ ആരാധകർ പലരും സോഷ്യൽ മീഡിയയിൽ ഏറെ ആവേശത്തിൽ ഇങ്ങനെ കുറിച്ചിട്ടു. ഈ നിമിഷത്തിന് വേണ്ടി ഇനിയുമേറെ നാൾ കാത്തിരിക്കേണ്ടി വരുമോ എന്ന് അവർ ഒരു വേള ആശങ്കിച്ചതാണ്. 3 കളികളിൽ വീണുപോയപ്പോൾ ലോകകപ്പ് ഹീറോക്ക് വില്ലൻ പരിവേഷം എടുത്ത് അണിഞ്ഞുകൊടുത്തു തുടങ്ങിയിരുന്നു പലരും. IPLൽ ഏറ്റവും വലിയ ഫാൻ ബേസുള്ള ഫ്രാഞ്ചൈസിയാണ് ചെന്നൈ. 5 കിരീടങ്ങൾ അവരുടെ ഷെൽഫിനെ അലങ്കരിച്ചിരിപ്പുണ്ട്. ടീം ഒരു തലമുറ മാറ്റത്തിൻ്റെ വക്കിലാണ്. മഹേന്ദ്ര സിംഗ് ധോണി 45-ാം വയസ്സിലേക്ക് കടക്കുന്നു. വരും സീസണുകളിൽ ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ നിങ്ങൾ അയാളെ മൈതാനത്ത് കണ്ടേക്കണമെന്നില്ല. സഞ്ജുവിൻ്റെ ചെപ്പോക്കിലേക്കുള്ള എൻട്രി ആ വിടവ് നികത്താനായിരുന്നു. എന്നാൽ യെല്ലോയിൽ ക്ലിക്കാകാൻ ഒരൽപ്പം സമയമെടുത്തു സഞ്ജു. അപ്പോഴേക്കും ചില്ലുകൂട്ടിനകത്തിരുന്ന് പലരും അയാളുടെ ടെക്നിക്കുകളെ കീറിമുറിച്ച് തുടങ്ങിയിരുന്നു. ഇന്നലെ നൂർ അഹമ്മദ് എറിഞ്ഞ 15-ാം ഓവർ അശുതോഷ് ശർമ്മ ട്രാക്കിലാകുന്നതിൻ്റെ സൂചനകൾ നൽകുന്നു. അപ്പുറത്ത് സ്റ്റബ്സ് നിലയുറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നൂറിൻ്റെ 2ാം പന്തിനെ അതിർത്തി കടത്തിയ അശുതോഷ് 4ാം പന്തിനെ ലോങ് ഓഫിലൂടെ ഗാലറിയിലേക്ക് വായിച്ചു. ഉടൻ സഞ്ജു നൂറിനടുത്തേക്ക് ഓടിയെത്തി എന്തോ പറയുന്നത് കാണാമായിരുന്നു. നൂറിൻ്റെ അടുത്ത പന്ത് ഓഫ് സൈഡിന് പുറത്ത് ഒരു സ്ലോവർ ഡെലിവറി ആയിരുന്നു. ഡീപ്പ് പോയിന്റിലേക്ക് അതിനെ അടിച്ചുയർത്താനുള്ള അശുതോഷിൻ്റെ ശ്രമം. എന്നാൽ പന്ത് നേരെ ചെന്ന് വിശ്രമിച്ചത് അൻഷുൽ കാംബോജിൻ്റെ കൈകളിലാണ്. ക്രൂഷ്യൽ വിക്കറ്റ്. നൂർ സഞ്ജുവിൻ്റെ തീരുമാനത്തെ ശരിവെച്ചു. സീസണിൽ അഫ്ഗാൻ താരത്തിൻ്റെ ആദ്യ വിക്കറ്റായിരുന്നു അത്. മൈതാനത്ത് പലകുറി സഞ്ജു ഇങ്ങനെ ഇടപെടലുകൾ നടത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോഴൊക്കെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ആ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ബാറ്റിങ്ങിനിടെ 18-കാരൻ ആയുഷ് മാത്രയെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജുവിനെ പിച്ചിൽ കണ്ടു. വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ സഞ്ജുവിന് പറയാൻ 100 നാവാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പുതുതലമുറയെക്കുറിച്ച് അയാൾ പലപ്പോഴും വാചാലനാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കളത്തിലും അയാൾ അവരുടെ തോളിൽ കൈയിട്ട് നിൽപ്പുണ്ട്. ഇന്നലെ 2ാം വിക്കറ്റിൽ സഞ്ജുവും ആയുഷ് മാത്രയും ചേർന്ന് CSK സ്കോർ ബോർഡിന് സംഭാവന ചെയ്തത് 67 പന്തിൽ 113 റൺസാണ്. അതൊരു നിർണായക കൂട്ടുകെട്ടായിരുന്നു. തുടക്കത്തിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു. എന്നിട്ടും 10 റൺ റേറ്റിലാണ് ചെന്നൈ ബാറ്റ് വീശിയത്. 4 ഓവർ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡിൽ 40 റൺസ്. അതിൽ 30 പിറന്നത് സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന്, അതും വെറും 12 പന്തിൽ. 6 ഓവർ പൂർത്തിയാകുമ്പോൾ 61 റൺസ്. അതിൽ 45 പിറന്നത് സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന്. ഗെയ്ക്വാദ് പവർ പ്ലേയിലെ 3 ഓവറാണ് തീർന്നത്. സ്കോർ ബോർഡിന് സംഭാവന ചെയ്തത് വെറും 15 റൺസ്. തൊട്ടടുത്ത ഓവറിൽ അക്സർ പട്ടേൽ ഗെയ്ക്വാദിനെ വീഴ്ത്തിയപ്പോൾ ചെന്നൈ ആരാധകരാകും ഏറെ സന്തോഷിച്ചിട്ടുണ്ടാവുക. സ്കോർ ഉയർത്തുമ്പോഴും ക്രീസിൽ ഒരൽപ്പം കരുതലോടെയാണ് സഞ്ജു നിലയുറപ്പിച്ചത്. അയാളുടെ ബാറ്റിൽ നിന്ന് ആദ്യമായൊരു സിക്സർ പാഞ്ഞത് തന്നെ 10 ഓവറിന് ശേഷമാണ്. 9ാം ഓവറിൽ സഞ്ജുവിൻ്റെ 50 എത്തി. 26 പന്തിലാണ് അയാൾ അർദ്ധശതകം പൂർത്തിയാക്കിയത്. നടരാജൻ എറിഞ്ഞ 11ാം ഓവറിൽ ഇന്നിങ്സിലെ ആദ്യ സിക്സർ. 12ാം ഓവറിലെ അവസാന പന്ത് കുൽദീപിൻ്റെ ഗൂഗിളിയെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഗാലറിയിലേക്ക് പായിച്ചു സഞ്ജു. ആ ഇന്നിങ്സിലെ ഏറ്റവും മനോഹര ഷോട്ടുകളിലൊന്ന്. 15ാം ഓവറിൽ നടരാജനെ തുടരെ പ്രഹരിച്ച് 90ലേക്ക് കടന്നു. ഒടുവിൽ 18ാം ഓവറിൽ നടരാജനെ തന്നെ അതിർത്തി കടത്തി സെഞ്ചുറികൾ തൊട്ടു. സെഞ്ചുറി നേടിയതിനു ശേഷമുള്ള തൊട്ടടുത്ത പന്തിൽ റിവേഴ്സ് ലാപ്പിൽ അയാൾ ഒരു ബൗണ്ടറി വായിക്കുന്നുണ്ട്. ആബ്സല്യൂട്ട് ബ്യൂട്ടി. ഒടുവിൽ പുറത്താകാതെ സ്കോർ ബോർഡിന് സംഭാവന ചെയ്തത് 56 പന്തിൽ 115 റൺസ്. പായിച്ചത് 4 സിക്സുകളും 15 ഫോറും. ബാറ്റ് വീശിയത് 205 സ്ട്രൈക്ക് റേറ്റിൽ. ചെന്നൈ സൂപ്പർ കിങ്സിനായി സെഞ്ചുറി കുറിക്കുന്ന ആദ്യ വിക്കറ്റ് കീപ്പറാണ് സഞ്ജു. സാക്ഷാൽ ധോണിക്ക് പോലും കഴിയാത്തത്. ഒരു ചെന്നൈ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന 4ാമത്തെ സ്കോറാണ് ചെപ്പോക്കിൽ ഇന്നലെ സഞ്ജു കുറിച്ചിട്ടത്. അതും CSK ജേഴ്സിയിൽ തൻ്റെ 4ാം മത്സരത്തിൽ. 3 IPL ഫ്രാഞ്ചൈസികൾക്കായി സെഞ്ചുറി കുറിക്കുന്ന 2ാമത്തെ മാത്രം താരമാണ് സഞ്ജു. മുമ്പ് ഡൽഹിക്കും രാജസ്ഥാനും വേണ്ടി സഞ്ജു 3 അക്കം തൊട്ടിരുന്നു. KL രാഹുലാണ് ഇങ്ങനെ ഒരു നേട്ടത്തിൽ ആദ്യം തൊട്ടത്. ഈ IPL സീസണിലെ ആദ്യ സെഞ്ചുറിയാണിത്. IPL കരിയറിൽ സഞ്ജു മുമ്പ് കുറിച്ച 3 സെഞ്ചുറികളും ആ സീസണുകളിലെ ആദ്യ സെഞ്ചുറികളായിരുന്നു. ഡൽഹിക്കെതിരായ മത്സരത്തിൽ IPL കരിയറിൽ 400 സിക്സറുകൾ എന്ന നാഴികക്കല്ലിലും സഞ്ജു തൊട്ടു. ഫീൽഡിൽ ഡൽഹിക്ക് തൊട്ടതെല്ലാം പിഴച്ച ദിവസമായിരുന്നു ഇന്നലെ. സഞ്ജുവിൻ്റെ അടക്കം 2 ക്യാച്ചുകളാണ് കളിയിലാകെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്.
ആയുഷ് മാത്രയെ റണ്ണൌട്ടാക്കാനുള്ള ഒരു സുവർണാവസരം KL രാഹുലും കളഞ്ഞുകൊളിച്ചു. അതേസമയം ചെന്നൈ താരങ്ങൾ ഫീൽഡിൽ പറന്നു നടക്കുകയായിരുന്നു. ഖലീൽ അഹമ്മദ് എറിഞ്ഞ 5-ാം ഓവറിൽ ബൗണ്ടറി ലൈന് തൊട്ടരികിൽ വെച്ച് നൂർ അഹമ്മദ് അവിശ്വസനീയമായൊരു സിക്സർ സേവ് ചെയ്യുന്നുണ്ട്. അക്ഷർ പട്ടേലിനെ പുറത്താക്കാൻ 7-ാം ഓവറിൽ സർഫറാസ് ഖാൻ വായുവിൽ പറന്നുയർന്നെടുത്ത ക്യാച്ച് അതിലും മനോഹരമായിരുന്നു. പിന്നെ മൈതാനത്ത് ജാമിയോ ബട്ടൺ ഷോ ആയിരുന്നു. നിലയുറപ്പിക്കാൻ കരുതിയവരുടെയൊക്കെ അടിവേര അയാൾ അറുത്തു. 8-ാം ഓവറിൽ സമീർ എസ്വിയെ വീഴ്ത്തി. 13-ാം ഓവറിൽ മില്ലറിനെ ക്ലീൻ ബൗൾഡാക്കി. ഒടുവിൽ ഡൽഹിയുടെ അവസാന പ്രതീക്ഷയായ സ്റ്റബ്സിനെയും കടമുടക്കി അയാൾ CSKയ്ക്ക് ആദ്യ ജയം സമ്മാനിച്ചു. 4 ഓവറിൽ ആകെ 18 റൺസാണ് ഓവർട്ടൺ വഴങ്ങിയത്. കൂടാരം കയറ്റിയത് 4 പേരെ. എക്കോണമി 4.5. സഞ്ജുവിനെ തേടിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം എത്തിയതെങ്കിലും ഓവർട്ടൻ്റെതും ഒരു പ്ലെയർ ഓഫ് ദ മാച്ച് പെർഫോമൻസ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. രാജ്യത്തിനായി മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം പൊടുന്നനെ ഒരു വീഴ്ച, തുടർച്ചയായ പരാജയങ്ങൾ. മനസ്സിൽ നിങ്ങളെക്കുറിച്ച് തന്നെ ചില സംശയങ്ങൾ ഇത് ജനിപ്പിക്കും. എന്നാൽ ഞാൻ എന്നിൽ തന്നെ വിശ്വാസമർപ്പിക്കാൻ തീരുമാനിച്ചു. സഞ്ജു കളിക്ക് ശേഷം പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്. അതെ, അയാളുടെ കംബാക്ക് സ്റ്റോറികളൊക്കെ നമുക്ക് ത്രസിപ്പിക്കുന്ന ഓർമ്മകളാണല്ലോ.